ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പേര് പോളി ജോസഫ്. ഇന്ന് ജനുവരി 20 തിരുസഭ വലിയ ഒരു വിശുദ്ധനും രക്തസാക്ഷിയുമായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. സഭയിലെ രക്തസാക്ഷികൾ 4 തിരിക്കപ്പെട്ടിരിക്കുന്നു. 1, റെഡ് ബ്ലഡ് മാർട്ടയർ അഥവാ രക്തം ചിന്തി മരിച്ച രക്തസാക്ഷികൾ. 2, വൈറ്റ് ബ്ലഡ് മാർട്ടയർ അഥവാ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്ന് ജീവിച്ച് മരിച്ച രക്തസാക്ഷികൾ. പിന്നീട് ഗ്രീൻ ബ്ലഡ് മാർട്ടയർ അഥവാ ഹെർമിറ്റുകളെ പോലെ ജീവിച്ച് മരിച്ചവർ. ഇതിൽ റെഡ് ബ്ലഡ് മാർട്ടയർ നാം എല്ലാവരും അറിയുന്ന ധാരാളം ഉണ്ട്. വിശുദ്ധ സ്റ്റീഫൻ, വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ ഗീവർഗീസ്, സെയിന്റ് പോൾ, അപ്പസ്തോലന്മാർ എല്ലാവരും തന്നെ അങ്ങനെ പോകുന്നു. ഇതിൽ തന്നെ വിശുദ്ധ സെബസ്ത്യാനോസ് ഡബിൾ ബ്ലഡ് റെഡ് മാർട്ടയർ ആണ്. 2 പ്രാവശ്യം രക്തസാക്ഷിത്വം വരിച്ച സെബസ്ത്യാനോസ് ആദ്യകാല ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയ ഒരു മുതൽക്കൂട്ടാണ്. സഭയുടെ ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ ധാരാളമായ പെർസിക്യൂഷൻസ് അഥവാ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. യഹൂദരിൽ നിന്നും റോമൻ സാമ്രാജ്യത്തിൽ നിന്നും. അന്നത്തെ ആ കാലഘട്ടങ്ങളിലെ പ്രധാനപ്പെട്ട ചക്രവർത്തിമാരായ നീറോ, ഡൊമീഷ്യസ്, ഡയക്ലീസ്, ഇവരിൽ ഏറ്റവും അധികം ജനങ്ങളെ പീഡിപ്പിച്ചിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു ഡയോക്ലീസ്. 255 ഗോൾ നർബോണ ഫ്രാൻസിൽ ജനിച്ച അദ്ദേഹം ഒരു ജോലിക്കായി റോമിലേക്ക് പോവുകയാണ്. തന്റെ സ്വഭാവവും ആകാരപടിവും ഇഷ്ടപ്പെട്ട ഡയോക്ലീസ് അദ്ദേഹത്തെ തന്റെ പ്രത്യേക സുരക്ഷാ സേനയായ പ്രിട്ടോറിയൻ ഗാർഡ്സിൽ തലവനായി നിയമിക്കുന്നു. പട്ടാളത്തിൽ ചേരുവാനുള്ള ആഗ്രഹം കൊണ്ടല്ല, പട്ടാള ക്യാമ്പുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്തീയ മക്കൾക്ക് ക്രിസ്തീയ വിശ്വാസം നഷ്ടപ്പെടാതെ അവരെ നിലനിർത്തുക എന്നതായിരുന്നു സെബസ്ത്യാനോസിന്റെ ആഗ്രഹം. മാർക്കുസ് ആൻഡ് മാർഷലിനിയസ് എന്ന 2 ഡീക്കൻസ് അവരെ സഭ വിട്ടുപോകുവാൻ പീഡനം മൂലം തീരുമാനിച്ചപ്പോൾ അവരെയും കർത്താവിന്റെ സുവിശേഷം പറഞ്ഞുകൊടുത്ത് വിശ്വാസത്തിൽ നിലനിർത്തുകയും പിന്നീട് രക്തസാക്ഷികളായി ചെയ്യുവാനിടയാക്കുകയും ചെയ്തത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സഭയോടുള്ള തീഷ്ണതയായിരുന്നു കാരണം. അവരുടെ മാതാപിതാക്കളും പിന്നീട് രക്തസാക്ഷികളായി മാറി. ഈ വിവരങ്ങളൊന്നും അറിയാതെ ഡയക്ലീസിന്റെ പ്രിട്ടോറിയൻ ഗാർഡ്സിന്റെ പ്രധാനപ്പെട്ട നേതാവായി ഇദ്ദേഹം കഴിയുകയും ചില ചാരന്മാർ ഈ വിവരം ഡയക്ലീസിനെ അറിയിക്കുകയും ഡയക്ലീസ് സെയിന്റ് സെബാസ്റ്റിനെ കൊന്നുകളയാൻ ആഗ്രഹമില്ലാത്തതിനാൽ ധാരാളം പ്രീണിപ്പിക്കൽ നൽകുകയും ചെയ്തു. എങ്കിലും യേശുവിനെ ഉപേക്ഷിക്കാതെ ഇരുന്ന അദ്ദേഹത്തെ അമ്പെയ്ത് കൊല്ലുവാൻ ഓർഡർ കൊടുത്തു. 52 അമ്പുകൾ ശരീരത്തിൽ തറച്ച അദ്ദേഹം ഒരു മുള്ളമ്പന്നിയെ പോലെ അമ്പുകൾ തറച്ച് കിടന്നു. ശരീരം മരിച്ചുവെന്ന് കരുതിയ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയപ്പോൾ ഐറീൻ എന്ന ഒരു വിശുദ്ധയായ സ്ത്രീ അദ്ദേഹത്തെ നഴ്സ് ചെയ്ത് വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇദ്ദേഹം ഡയക്ലീസിന്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, മഹാനായ ചക്രവർത്തി, അവിടുന്ന് ചെയ്യുന്നതെല്ലാം തെറ്റാണ്. യേശുവിനെ വേദനിപ്പിക്കരുത്. ക്രിസ്തീയ മക്കളെ വേദനിപ്പിക്കുക എന്നത് യേശുവിനെ വേദനിപ്പിക്കുന്നതാണ്. ഈ തവണ അദ്ദേഹത്തെ ഗദ കൊണ്ടടിച്ച് കൊന്ന ഒരു സിവേജിലേക്ക് എറിയുവാനായിട്ട് ഓർഡറായി. വിശുദ്ധയായ ഒരു സ്ത്രീക്ക് ലഭിച്ച ദർശനമനുസരിച്ച് ആ ബോഡി അവിടെ നിന്ന് എടുക്കുകയും ഇറ്റലിയിലുള്ള കാറ്റക്കോമ്പസിൽ
കൊണ്ടുപോയി അടക്കുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള പട്ടാളക്കാരുടെയും ആർച്ച് റേസിന്റെയും അത്ലറ്റിക്സിന്റെയും പ്രത്യേക മധ്യസ്ഥനായി വളരെ പ്രത്യേകമായിട്ട് യേശു ക്രിസ്തുവിൽ പുണ്യജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടുമെന്നുള്ള 2 തിമോത്തിയോസ് 3:12 അങ്ങനെ മരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ബലമായും വിശ്വാസത്തിന്റെ വലിയ പോരാളിയായും സഭയുടെ രക്തസാക്ഷിയായ ഇരട്ടച്ചങ്കനുമായി ഇന്നും ലോകമെമ്പാടുമുള്ള പല ദേവാലയങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിൽ വണങ്ങുന്ന ഒരു മധ്യസ്ഥനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. പഞ്ഞം പട വസന്ത സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാവിധ കൊറോണ പോലെയുള്ള രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുവാനായി നമുക്ക് പ്രത്യേകമായി ഈ വിശുദ്ധനോട് പ്രാർത്ഥന യാചിക്കാം. അദ്ദേഹത്തിന്റെ ശരീരം കൊത്തി തിന്നുവാനുമായി വന്ന പരുന്തുകൾ വിശുദ്ധ സെബസ്ത്യാനോസിന് കാവലായി നിൽക്കുന്ന രംഗമാണ് നാം കാണുന്നത്. ഇറ്റലിയിലുള്ള ലാ ഫുറാറെ സാൻ ഫ്രാൻസിസ്കോ എന്ന വലിയ ചർച്ചിൽ ഇന്നും അപ്പസ്തലന്മാരുടെ അടുത്തായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങളും അടക്കിയിരിക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ വിശ്വാസത്തിൽ വളരുവാൻ, വിശ്വാസത്തിനു വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്നാലും അത് വരുന്ന ഒരവസ്ഥയിൽ അതിനുവേണ്ടി നിലനിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹെബ്രായർ 12:1 പറയുന്നു, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുള്ളതിനാൽ നമ്മുടെ ഭാരങ്ങളും പാപങ്ങളും മാറ്റിവെച്ച് നമ്മുടെ മുന്നേ പോയിക്കൊണ്ടിരിക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ട് നമ്മുടെ ഈ ഓട്ടം പൂർണ്ണമാക്കി തീർക്കാം. അതിനുള്ള കൃപ വിശുദ്ധ സെബസ്ത്യാനോസ് തന്നെ നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.